ഹലോ, വെൽക്കം ടു യങ് ഷെഫ് ലൈഫ്. ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ചക്കയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ മിക്കവാറും ചക്കപ്പുഴുക്കും ചക്കക്കറിയും ചക്കവറ്റലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ചക്കക്കാലം കഴിയാറായി, എന്നാൽ ഒരു പുഴുക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലോ എന്നൊരു വിചാരണയിലായിരുന്നു. അങ്ങനെയാണ് ചക്കപ്പുഴുക്കുണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ കിട്ടിയ ചക്കയെ വേഗം തന്നെ കഴുകി വൃത്തിയാക്കി കുരുവും തോലും എല്ലാം മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മൺചട്ടിയാണ് ഏറ്റവും നല്ലതേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒന്ന് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേഗം പാകത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെള്ളവും ഒഴിച്ചു. ഇനി ഇതിനെ അടപ്പ് വെച്ച് മൂടി ഒരു അടുപ്പിൽ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിനൊരു അരപ്പ് വേണം. അതിനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മുളക്. കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റേ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇനി നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ചക്കയുടെ കാര്യം അല്ലേ? ചക്ക സീസണായി കഴിഞ്ഞാൽ എല്ലായിടത്തും എങ്ങനെയാ ചക്കയാണ്. എന്താ അമ്മയെ കറിയും ചോദിക്കുമ്പോൾ ചക്കപ്പുഴുക്കാണ് മോളെ, ചക്കക്കറിയാണ് മോളെ എന്ന് പറയും അല്ലേ? എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള വിഭവം തന്നെയാണ് ഈ ചക്കയും. എന്നാലിപ്പോൾ നമ്മുടെ ചക്ക സീസൺ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ പഴുത്ത ചക്കയായാലും പച്ച ചക്കയായാലും ആരും വെറുതെ കളയാറില്ല. എല്ലാവരും അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഞാനും ഒരു ചക്കപ്രേമി ആയതുകൊണ്ടാണ് എനിക്ക് ഈ ചക്കപ്പുഴുക്കിനോട് ഇത്രയും താല്പര്യം. നേരത്തെ കാണിച്ച അരപ്പിൻ്റെ കൂട്ട് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചക്ക വെന്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും നമുക്ക് വേണം. വീട്ടുമുറ്റത്തിൽ ഒരെണ്ണം ഉള്ളത് നന്നായി. വേഗം പോയി ഞാൻ അതിൽ നിന്ന് നല്ലൊരു കൊത്ത് നോക്കി എടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ആവശ്യമാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കറിവേപ്പില കഴുകിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ എൻ്റെ ദൈവമേ എന്താ മണവാ! ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് തൂക്കി കൊടുക്കാം. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറുക്കിയെടുക്കണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ച് കുറച്ചുകൂടെ കുറുക്കിയെടുക്കാം. അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ. ഞാനിതാ ഇപ്പോൾ എടുക്കുവാണേ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി ഇന്നത്തെ കാര്യം. അപ്പോൾ ഗൈസ്, ഈ ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.